ഹലോ വെൽക്കം ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ പറയുന്നത് നമ്മൾ കുറച്ച് മുന്നേ എടുത്ത് വെച്ച് അപ്ലോഡ് ചെയ്യാൻ വിട്ടുപോയൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മളൊരു ക്രിസ്മസ് മാർക്കറ്റിൽ പോയായിരുന്നു. അപ്പോൾ അവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉള്ളത്. അപ്പോൾ ഈ ക്രിസ്മസ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ എക്സിബിഷൻ പോലെയാണ്. ഇവിടെ കുറേ സ്റ്റോളുണ്ട് കേട്ടോ. കൂടുതലും ഈ ലോക്കൽ സെല്ലേഴ്സിൻ്റെ പ്രോഡക്റ്റ്സാണ് കൂടുതലായിട്ട്. അപ്പോൾ അതും ഭയങ്കര വെറൈറ്റി സാധനങ്ങളാണ്. ഇവിടെ ആദ്യമായിട്ട് നമ്മൾ പോയത് ഒരു ബട്ടർഫ്ലൈൻ്റെ, അതായത് ഒറിജിനൽ ബട്ടർഫ്ലൈനെ അവർ പ്രിസർവ് ചെയ്ത് ഒരു ക്രാഫ്റ്റായിട്ട് ഉണ്ടാക്കിയിരിക്കുകയാണ്. ബട്ടർഫ്ലൈ മാത്രമല്ല കേട്ടോ, അവിടെ ഒരു മയിൽപ്പീലിയും വെച്ചിട്ടുണ്ട്. അത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമല്ലേ. അപ്പോൾ പിന്നെ അതുപോലെ ഇതിന് ഓരോന്നിനും റേറ്റ് എന്ന് പറയുന്നത് $25 തൊട്ട് $30, അതുപോലെ ഇങ്ങനെ കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും. പിന്നെ അതുപോലെ തന്നെ ഇവിടെ കാണാം ആ കുഞ്ഞു കുപ്പിയിൽ ഈ പറയുന്ന പോലെ ഒരു ബട്ടർഫ്ലൈൻ്റെ ഒറിജിനൽ ചിറകാണ്. പിന്നെ ബട്ടർഫ്ലൈ മാത്രമല്ല, വേറൊരാളും കൂടി ഉണ്ട്. ഇവിടെ പാമ്പിൻ്റെ ഈ ഒരു സ്കിന്നുണ്ടല്ലോ, അതും ഇതുപോലെ അവർ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒറിജിനലാണ് എല്ലാ സാധനങ്ങളും. പിന്നെ അതുപോലെ തന്നെ അടുത്തൊരു കട എന്ന് പറയുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് സാധനമാണ്. ഇവിടെ ഗ്വാഡ്സിൻ്റെ കുറേ ക്രാഫ്റ്റ്സ് ആണ് ഉള്ളത്. ഈ ഗ്വാഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഡ്രൈഡ് വേർഷൻ, അതായത് കുക്കുംബറിൻ്റെയും അതുപോലെ മെലൻ, നമ്മുടെ പംകിൻ, അങ്ങനത്തെ കുറേ സാധനങ്ങളുടെ ഡ്രൈഡ് വേർഷനാണിത്. അപ്പോൾ അവർ അതിൽ നിന്ന് ഭയങ്കര ഭംഗിയായിട്ടാണ് സാധനങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഭയങ്കര രസമുണ്ട് കാണാനായിട്ട്. പല ഷേപ്പിലും ഒക്കെ ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് ഹോം മെയ്ഡ് ഡോഗ് ട്രീറ്റ്സ് ആണ് കേട്ടോ. കുറേ വെറൈറ്റി ട്രീറ്റ്സൊക്കെ ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് മനസ്സിലായില്ല അതെന്താ, ഈ പംകിൻ ലീവ്സും അങ്ങനെ കുറച്ച് സാധനങ്ങൾ കാണുന്നുണ്ട്. പിന്നെന്താ ചെറിയ ആപ്പിൾസ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ട്രീറ്റ്സ്. നമുക്ക് ഡോഗ്സ് ഇല്ലാത്തതുകൊണ്ട് ഇത് അധികം കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ട്രീറ്റ്സ് ഇവിടെ കണ്ടായിരുന്നു. ഇവിടെ കണ്ടോ, ഇത് വൈൻ ബോട്ടിലൊക്കെ നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പല ഷെൽസ് വെച്ചും കുറേ ഫ്ലവേഴ്സൊക്കെ വെച്ച് നല്ല രസമായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. പല തീമിലാണ് ചെയ്തിരിക്കുന്നത്. കൂടുതലും ക്രിസ്മസിൻ്റെയാണ്. ഇവിടെ കിച്ചണിലേക്ക് ആവശ്യമുള്ള കുറേ വുഡ് യൂട്ടൻസിൽസ് ആണ് ഉള്ളത്. അത് കൊള്ളായിരുന്നു. കുറേ സാധനങ്ങൾ, നമുക്ക് ആവശ്യമുള്ള കുറേ സാധനങ്ങൾ കാണാമായിരുന്നു. ഈ ഒരു ഷോപ്പിൽ കൂടുതലും ഇയറിങ്സും അതുപോലെ സിൽവർ കോട്ടിംഗ് ഉള്ള ആക്സസറീസാണ് കൂടുതലുണ്ടായിരുന്നത്. ഇതൊരു വെറൈറ്റി സ്റ്റോറാട്ടോ, ആനീറ്റ സീ ഗ്ലാസ് ക്രിയേഷൻസ് എന്ന് പറഞ്ഞിട്ട്. അതായത് നമ്മുടെ കടലിൽ നിന്നും അതേപോലെ കായലിൽ നിന്നൊക്കെ കിട്ടുന്ന ഗ്ലാസ് ഉണ്ടല്ലോ, അതായത് അതിങ്ങനെ കുറേ കാലം കഴിയുമ്പോൾ കുറച്ച് പോളിഷായി വരില്ലേ, അതിൽ ചെയ്ത് വെച്ചിരിക്കുന്ന ക്രാഫ്റ്റാണ് ഈ കാണുന്നത്. നല്ല ഭംഗിയുണ്ട്. ഇതൊക്കെ ആർക്കുള്ള ഉടുപ്പാണെന്ന് അറിയാമോ? ഈ ബാബി അതുപോലത്തെ ഡോൾസൊക്കെ ഉണ്ടല്ലോ, അതിനുള്ള ഉടുപ്പുകളാണ് ഈ കാണുന്നതൊക്കെ. അപ്പോൾ എനിക്ക് ആദ്യമായിട്ട് അറിയുന്നത് ഇതിനൊക്കെ ഉടുപ്പുകൾ ഇതുപോലെ ആൾക്കാർ ഉണ്ടാക്കി സെല്ല് ചെയ്യുന്നുള്ളത്. ഇവിടെ ആണെങ്കിൽ ഹോം മെയ്ഡ് കൊമ്പൂച്ച ഇരിപ്പുണ്ട്. അപ്പോൾ ഇത് മരുന്നാണോ ടീ ആണോ എന്നതിനെക്കുറിച്ച് എനിക്ക് വലിയ ധാരണയില്ല. പിന്നെ ഇവിടെ ആണെങ്കിൽ ക്രിസ്മസിൻ്റെ ഗ്രിഞ്ചിൻ്റെ കുറേ സാധനങ്ങൾ ഇരിപ്പുണ്ട് കേട്ടോ. കുറേ ഗ്രിഞ്ചിൻ്റെ ഇതിലുള്ള ഗ്ലാസ്സസും അതുപോലെ ഗ്ലാസ്സിൽ പെയിൻറ്റ് ചെയ്തത്, അങ്ങനെ നല്ല രസമുണ്ട്. ഇവിടെ കുറേ ഇയറിങ്സ് ഉണ്ട്, കുറേ എന്താ പറയുക, കിവിയുടെ ഷേപ്പിലും സ്ട്രോബെറിയുടെ ഒക്കെ ഷേപ്പിലും നല്ല രസമുണ്ട് അത് കാണാൻ. ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ എന്താ പറയുക, തിങ്ങി തിരക്കിയിട്ടല്ല, എന്നാലും ഇങ്ങനെ വന്ന് പോകുന്നുണ്ട്. ഇത് നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇത് ഭയങ്കര രസമുള്ളൊരു സാധനമാണ്. അതായത് അവർ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയിരിക്കുകയാണ്. ഡ്രൈഡ് ക്ലേ വെച്ചിട്ടാണ് ഈ ഫ്ലവേഴ്സൊക്കെ. ശരിക്കും ഒറിജിനൽ ഫ്ലവേഴ്സ് പോലെയുണ്ട്. അടുത്ത് പോയി നോക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ വ്യത്യാസം അറിയുന്നത്. ഭയങ്കരമായിട്ട് ഒറിജിനാലിറ്റി തോന്നുന്ന കുറേ ഫ്ലവേഴ്സാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ കുറച്ച് അങ്ങോട്ടാണെങ്കിൽ പൈൻ കോൺസൊക്കെ കുറേ അവർ കളർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിങ്ങനെ പോയ സമയത്ത് വേറെയും കുറേ ഉണ്ടായിരുന്നു കേട്ടോ. അത് കുറേ എന്താ പറയുക, ഫ്ലാഗുകളുടെ ഒരു കടയായിരുന്നു. അപ്പോൾ അത് പഴയ ഫ്ലാഗ്സാണ്, ഈ പറയുന്ന പോലെ അമേരിക്കൻ ഫ്ലാഗാണ് ഈ കാണുന്നത്. ഇത് ജെം സ്റ്റോൺസിൽ ചെയ്തിരിക്കുന്ന കുറേ ക്രാഫ്റ്റാണ് കേട്ടോ. ഇത് പൊതുവേ ജെം സ്റ്റോൺസ് കാണാൻ തന്നെ നല്ല രസമാണ്. അപ്പോൾ അതിൽ ക്രാഫ്റ്റും കൂടി ആകുമ്പോഴേക്കും ഒരു രക്ഷയില്ല അത് കാണാനായിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ നടന്ന് അടുത്ത കടയിലോട്ട് പോയി. ഇതിൽ ബെൽറ്റ്, വാലറ്റ് അതുപോലത്തെ സാധനങ്ങളൊക്കെ ഹാൻഡ് ക്രാഫ്റ്റാണ്, ലെതർ വെച്ച് അവർ ചെയ്തിരിക്കുന്നത്.
ഇതൊരു സോപ്പ്, ബോഡി വാഷ് അങ്ങനെയുള്ളൊരു കടയാണ്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഇത് പേര് കണ്ടു, ബിയർ ഷേവിങ് സോപ്പ് എന്നാണ് പേര്. അപ്പോൾ അതിൽ ഇൻഗ്രീഡിയൻസിൽ ബിയറിൻ്റെ ഒരു കണ്ടൻ്റ് ഉണ്ട്. അതുപോലെ ഇവിടെ ഒരു ഇതിൽ ഹെമ്പും കണ്ടു, നമ്മുടെ കഞ്ചാവിൻ്റെ ഒരു കണ്ടൻ്റ് ആണെന്ന് തോന്നുന്നു. അതുപോലെ വൈനിൻ്റെ കണ്ടൻറ്റും ഈ സോപ്പിലുണ്ട് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതുപോലത്തെ ഒരു കടയായിരുന്നു. അപ്പോൾ അതിൽ കുറേ ബോഡി വാഷും ഒക്കെ ഉണ്ടായിരുന്നു. ഇതൊരു വിൻ്റർ ക്ലോത്ത്സിൻ്റെ ഷോപ്പാണ്. അപ്പോൾ കുറച്ച് വിൻ്റർ ക്ലോത്ത്സ് ഒക്കെ ഇവിടെ കണ്ടു. ഈ ഒരു കടയിൽ വൈൻ കോർക്ക് ഉണ്ടല്ലോ, വൈനിൻ്റെ കോർക്കിൻ്റെ കുറേ ഡെക്കറേഷൻസ് ആണ് ഈ കാണുന്നത്. പിന്നെ അതുപോലെ ഇവിടെ കണ്ടു, ഇതിൻ്റെ പേരൊക്കെ സ്കിൻ ഡേർട്ട് അല്ലെങ്കിൽ ഫേസ് ഡേർട്ട് എന്നൊക്കെയാണ്, എന്തോ ഫേസ് വാഷ് പോലെ എന്തെങ്കിലും ആണെന്നാണ് തോന്നുന്നത്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നമ്മളിതാ പുറത്തിറങ്ങി. ഇവിടെയാണെങ്കിൽ ഡെക്കറേഷനിലുള്ള കുറേ സ്നോമാനൊക്കെ കാണാം. പിന്നെ ഇവിടെ കുറേ ബ്രേസ്ലെറ്റ്, അതുപോലെ കോയിൻ പേഴ്സാണ്. ഇത് കുറേ കുട്ടി കുട്ടി കോയിൻസ് ഇടാൻ പറ്റുന്ന പോലത്തെ കുറേ വെറൈറ്റി പേഴ്സസ് കണ്ടായിരുന്നു. ഇതെല്ലാം ഹാൻഡ് മെയ്ഡാണ്. ഇത് തായ്ലാൻഡ് ബേസ്ഡ് ആയിട്ടുള്ളൊരു കടയാണ്. അപ്പോൾ അവരുടെ സാധനങ്ങളൊക്കെയാണ് കൂടുതലായിട്ട്. ഇവിടെ കുറേ തായ് സിൽക്ക് എന്ന് പറഞ്ഞിട്ട് കുറച്ച് മെറ്റീരിയൽ കണ്ടായിരുന്നു. പിന്നെ കുറച്ച് ചെറിയ കുട്ടി പേഴ്സും അതുപോലെ വലിയ പേഴ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതെല്ലാം ഡോർ കോർണേഴ്സ് ആണ് കേട്ടോ. ഇതെല്ലാം ഹാഫ് പ്രൈസിലാണ് അവർ കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ കുറച്ച് ഡിസൈൻസ് ഉള്ളത് കാണുന്നുണ്ട്. അതിൽ കുറേ അനിമൽസിൻ്റെയും അതല്ലാതെ കുറേയും ഇരിപ്പുണ്ട്. അപ്പോൾ ഇത് വേണേൽ സിംഗിൾ ഡോർ കോർണറായിട്ട് വാങ്ങാം, അല്ലെങ്കിൽ 2 എണ്ണമായിട്ട് വാങ്ങാം. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും വാങ്ങാം. ഇതാണെങ്കിൽ കുറേ ഗ്ലാസ്സിൽ പെയിൻറ്റ് ചെയ്തിട്ടുള്ളൊരു കടയാണ്. അപ്പോൾ അതിൽ കുറേ വെറൈറ്റി സാധനങ്ങളുണ്ടായിരുന്നു. പിന്നെ ഇവിടെയാണെങ്കിൽ നമ്മുടെ ചപ്പാത്തി കല്ലുണ്ടല്ലോ, അതിൻ്റെ ഈ ഗ്രാനൈറ്റിൻ്റെ മെറ്റീരിയലാണ്. അത് നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ അതിൻ്റെ പല ഷേപ്പിലും റൗണ്ടും ഉണ്ടായിരുന്നു, പിന്നെ ഓവൽ പോലെ ഉണ്ടായിരുന്നു, പിന്നെ ഒരു സ്ക്വയർ പോലെ ഉണ്ടായിരുന്നു, ഇത്തിരി ഒരു പരന്നതൊക്കെ. അതിൽ എനിക്ക് തോന്നുന്നു നൈഫല്ല കേട്ടോ അത്. ഈ പറയുന്ന പോലെ പേസ്ട്രിയൊക്കെ ഉണ്ടാക്കുന്ന എന്തോ സംതിങ് ആണ് തോന്നുന്നു. ഇതൊരു 2 ദിവസത്തെ പരിപാടിയായിരുന്നു. അപ്പോൾ ഒരുപാട് സ്റ്റോളും ഒരുപാട് സാധനങ്ങളും നമ്മൾ അന്ന് വന്നപ്പോൾ കണ്ടായിരുന്നു. പിന്നെ നമുക്ക് സാധാരണ കടകളിൽ കിട്ടാത്ത കുറേ സാധനങ്ങളുണ്ട്. അതുപോലെ ഒരുപാട് നടക്കാനും ഉണ്ട്. ഇത് സെയിൽ ചെയ്യാനൊന്നും അല്ല കേട്ടോ. ഇത് വന്നിട്ട് മ്യൂസിയത്തിൻ്റെ ആൾക്കാരാണ്. അതായത് വെർജീനിയ ഹിസ്റ്റോറിക് മ്യൂസിയമും അതുപോലെ വാർ മ്യൂസിയമാണ് തോന്നുന്നു. അപ്പോൾ നമുക്ക് സാധനങ്ങളൊക്കെ കാണാം. ഇവർ എന്തിനാണ് അവിടെ ഇരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും മ്യൂസിയത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിനുള്ള പരിപാടിയാണ്. അപ്പോൾ അവർ ആ ഒരു ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് അവിടെ ഇരിക്കുന്നത്. അങ്ങനെ നമ്മളിതൊക്കെ കണ്ട് അടുത്ത സ്റ്റോളിലോട്ട് പോയി. ഇതൊരു ജ്വൽസിൻ്റെ സ്റ്റോളാണ്. കുറച്ച് പെൻഡൻസ് ഒക്കെയാണ് ഇവിടെ കണ്ടത്. അങ്ങനെ ഇവിടെയാണെങ്കിൽ നല്ല അതായത് ഹോം മെയ്ഡ് സോസാണ് ഉള്ളത്. അപ്പോൾ ഏതൊക്കെയാണ് അത് യൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതും എഴുതിയിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇവിടെ യൂറോപ്യൻ കുറേ ഡെസേർട്ട്സ് ഇരിപ്പുണ്ട്. അത് നമ്മൾ ട്രൈ ചെയ്തായിരുന്നു, നല്ലതായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ കുറേ വെറൈറ്റി മഫിൻസാണ് കൂടുതലും തോന്നുന്നു. അപ്പം അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, നല്ലതായിരുന്നു അതൊക്കെ. അങ്ങനെ നമ്മളുടെ ഏതാണ്ട് പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മളിതവിടെ ഒരു ചേച്ചി നല്ല അടിപൊളി പാട്ടൊക്കെ പാടുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഫുഡ് കഴിക്കാൻ പോവാം. ഫുഡെന്ന് പറയുമ്പോൾ ഇതാ ഇവിടെ കാണുന്ന ഈ ഒരു 3 ട്രക്കിലാണ് ഫുഡുള്ളത്. പക്ഷേ ഭയങ്കര കുറവായിരുന്നു കേട്ടോ. ഓപ്ഷൻസും ഭയങ്കര കുറവായിരുന്നു, നല്ല റേറ്റും ആയിരുന്നു. അപ്പോൾ പിന്നെ ഫുഡാണെങ്കിൽ വലിയ കൊള്ളുമില്ലായിരുന്നു. സാധാരണ ചില സമയങ്ങളിൽ നല്ല ഫുഡ് കിട്ടാറുണ്ട്, പക്ഷേ ഇത് ഫ്ലോപ്പായിരുന്നു. അപ്പം അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇത് പിന്നെ ഏറ്റവും അവസാനം നമ്മൾ സാൻഡി ഉണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ബൈ ബൈ, സീ യു.